ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. കഴിഞ്ഞ 2000 വർഷത്തിലേറെയായി ചെകുത്താൻ്റെ അക്കമെന്നാണ് 666 പലയിടത്തും അറിയപ്പെടുന്നത്. പക്ഷേ സാധാരണ അക്കങ്ങൾക്കുള്ളതിൽ കവിഞ്ഞ് പ്രത്യേകതകളൊന്നും 666നെ ഗണിതശാസ്ത്രം കൽപ്പിച്ച് നൽകുന്നില്ല. ബൈബിൾ പുതിയ നിയമത്തിലാണ് ഈ അക്കത്തെ ചെകുത്താനുമായി ചേർത്ത് നിർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ അക്കത്തെ ചെകുത്താൻ്റെ സ്വന്തമായി തിരഞ്ഞെടുത്തത്? ഈ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ലോഗോ പ്ലീസ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ബൈബിൾ പുതിയ നിയമം എഴുതിയ കാലവുമായാണ് ഈ നമ്പറിന് ബന്ധം. ഗണിതശാസ്ത്രത്തെക്കാൾ ചരിത്രമായിരിക്കും 666ൻ്റെ ചെകുത്താൻ ബന്ധത്തെ വിശദീകരിക്കുക. ഹീബ്രു ഭാഷയിൽ പുരാതന ഗ്രീക്കിലാണ് പുതിയ നിയമം ബൈബിൾ രചിക്കപ്പെട്ടത്. ഹീബ്രു ഭാഷയുടെ ഒരു പ്രത്യേകത അക്കങ്ങളെ അക്ഷരങ്ങളായി എഴുതാനാകും. ഗ്രീക്ക് അക്ഷരമാലയിൽ ആൽഫ, ബീറ്റ, ഗാമ എന്നീ പറയുന്ന 1, 2, 3 അക്കങ്ങളെ കൂടി പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. 100, 1000, 10000 തുടങ്ങിയ വലിയ അക്കങ്ങൾക്ക് പ്രത്യേക അക്ഷരങ്ങളുടെ കൂട്ടവും ഹീബ്രുവിലുണ്ട്. അതായത് എല്ലാ വാക്കുകൾക്കും ഒരു നമ്പർ ഉണ്ടെന്ന് ചുരുക്കം. ബൈബിൾ പുതിയ നിയമം രചിക്കുന്ന കാലത്ത് റോമൻ സാമ്രാജ്യം ഭരിച്ചിരിക്കുന്നത് ഏറ്റവും വെറുക്കപ്പെട്ട ചക്രവർത്തിമാരിൽ ഒരാളായ നീറോ സീസറായിരുന്നു. പല ചരിത്രകലാകാരന്മാരും അദ്ദേഹത്തെ ചെകുത്താൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. മനുഷ്യവിരുദ്ധമായ നീറോ സീസറിൻ്റെ പ്രവർത്തികളായിരുന്നു അതിന് കാരണം. 666 എന്ന അക്കത്തെ ഹീബ്രു അക്ഷരങ്ങളിലേക്ക് മാറ്റിയാൽ നീറോൺ കേസർ എന്നാണ് ലഭിക്കുക. ഹീബ്രുവിൽ നീറോ സീസറിനെ വിളിക്കുന്ന പേരാണിത്. തികഞ്ഞ ഏകാധിപത്യവും ക്രൂരനുമായിരുന്ന നീറോ സീസറിൻ്റെ കാലത്ത് ആരും അദ്ദേഹത്തെ ചെകുത്താൻ എന്ന് വിളിച്ച് വധശിക്ഷ ഇരുന്ന് വാങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. നീറോ സീസറിനെതിരായ ചരിത്രത്തെ രേഖപ്പെടുത്തലാണ് 666 എന്ന അക്കത്തിലൂടെ നിർവഹിച്ചത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഒരു കൊച്ചു വീഡിയോയുമായി വീണ്ടും വരാം. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ.